ഈ കേരളം മറ്റ് സ്റ്റേറ്റുകളെ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നു. പരിസ്ഥിതിയുടെ തെറ്റായ പരിസ്ഥിതി ബോധം, കുറെ കെട്ടുകഥകളിലൂടെ കേരളത്തിന്റെ രാഷ്ട്രീയവും പൊതുസമൂഹവും പോകുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നമുക്ക് 30 ലക്ഷം ഏക്കർ 57-ൽ കേരളം രൂപീകൃതമാകുമ്പോൾ കേവലം 25 ലക്ഷം ഏക്കർ വനം ഉണ്ടായിരുന്നത് ഇന്ന് കൃത്യമായി 30 ലക്ഷത്തിനടുത്ത് എത്തി നിൽക്കുകയാണ്. വനമില്ലാതായി, വനം നശിപ്പിച്ചു എന്നുള്ള തെറ്റായ ഒരു കഥ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ട് കൊണ്ട് വന്യമൃഗങ്ങളുടെ എണ്ണം അസാമാന്യം വർദ്ധിച്ചു എന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പോലും അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. കടുവകളുടെ എണ്ണം തന്നെ ലോകത്ത് 7 രാജ്യങ്ങളിലാണ് കടുവയുള്ളത്. അതിൽ പകുതിയിലധികം ഇന്ത്യയാണ് സംരക്ഷിക്കുന്നത്. അതിൽ തന്നെ കേരളത്തിൽ വലിയൊരളവ്, വയനാട്ടിൽ തന്നെ 200 മേലെ കടുവയുണ്ട്. ഇപ്പൊ 87 എന്നൊരു വ്യാജ കണക്കിൽ ഇവർ എത്തി നിൽക്കുന്നുണ്ട്. സത്യവുമായി അതിന് ബന്ധമില്ല. ഏതാണ്ട് 20,000-ഓളം കാട്ടുപോത്തുകൾ, ഏതാണ്ട് 5,700-ഓളം ആനകൾ, ഈ ലക്ഷം ഏക്കറിൽ ഉൾക്കൊള്ളാവുന്ന 1 ലക്ഷത്തിലധികം കാട്ടുപന്നികൾ. അപ്പോ നമ്മുടെ ക്യാരിയിങ് കപ്പാസിറ്റി സത്യസന്ധമായും വന്യമൃഗങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ള കാടുണ്ടോ, ഇത്രയും വന്യമൃഗങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ള കാടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതനുസരിച്ച് ഇതിനെ ക്രമീകരിക്കുന്നതിന് ആഗോള തലത്തിൽ തന്നെ സമ്പന്ന രാജ്യങ്ങളെല്ലാം എടുത്ത സമീപനങ്ങളുണ്ട്. അതുപോലെ ഈ വനത്തിൽ തന്നെ 4 ലക്ഷം ഏക്കറോളം മരങ്ങൾ വച്ചുപിടിപ്പിച്ചടക്കം യുക്കാലി അടക്കമുള്ള സസ്യങ്ങൾ വച്ചുപിടിപ്പിച്ച് നിരന്തരം വെട്ടി വിൽക്കുന്ന ഫോറസ്റ്റിന്റെ തടി വ്യാപാരം ഒഴിവാക്കിയാൽ അവിടെ പുൽമേടുകൾ സ്ഥാപിക്കാനാകും. മറ്റൊരു കാര്യം, ഈ വന്യമൃഗങ്ങൾക്ക് ഇപ്പോ നിലവിൽ ഫോറസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി വലിയ വലിയ സൗധങ്ങൾ ഈ വനത്തിൽ പണിത് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. വലിയ ലാഭം അവർക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ടൂറിസം, വനഭൂമിയെ ടൂറിസത്തിൽ നിന്ന് ഒഴിവാക്കി അവിടെ വന്യമൃഗങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളവും ഈ പറയുന്ന നമ്മുടെ പ്ലാവ്, മാവ്, ചക്ക, മാങ്ങ എന്നുള്ള എല്ലാ ഐറ്റങ്ങളും വച്ചുപിടിപ്പിക്കുന്നതിനും തയ്യാറായാൽ, ഇതിന്റെ എണ്ണം ക്രമീകരിച്ചാൽ നമുക്കൊരു പരിധിവരെ ഇത് പരിഹരിക്കാൻ പറ്റും. ശാശ്വതമായി പരിഹരിക്കാനുള്ള ഒരു പദ്ധതിയും, വേലി കെട്ടുന്നു എന്ന് പറഞ്ഞു, നമുക്ക് 12,000-ഓളം കിലോമീറ്റർ ദൂരം ഈ പറയുന്ന റവന്യൂ ഭൂമിയുമായി നമ്മൾ അതിര് പങ്കിടുന്നുണ്ട്, വനങ്ങളുമായി. ഈ 12,000-ൽ കഴിഞ്ഞ പതിറ്റാണ്ട് കൊണ്ട് 1,872-ഓളം കിലോമീറ്റർ ആണ് ആകെ വേലികൾ നിർമ്മിക്കപ്പെട്ടത്. അതിൽ തന്നെ ഈ അടുത്ത കാലത്ത് നടത്തിയ സർവേയിൽ 580 കിലോമീറ്ററായി അവശേഷിക്കുന്നു. ബാക്കി വേലി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പോ ഈ പറയുന്ന സംരക്ഷിത വേലി എന്ന ഇവരുടെ നിർദ്ദേശം സ്വാഭാവികമായിട്ടും പ്രായോഗികമായി 12,000 കിലോമീറ്റർ നടപ്പാക്കാൻ പോകുന്നില്ല. അതിനുള്ള സാമ്പത്തിക സംവിധാനം നമുക്കില്ല. അതുകൊണ്ട് തന്നെ എണ്ണത്തെ ക്രമീകരിക്കാൻ കൃത്യമായും തീരുമാനിക്കപ്പെടേണ്ടി വരും. നമുക്കുള്ള 30 ലക്ഷം ഏക്കർ വനവും വനമായി ടൂറിസത്തിൽ നിന്ന് വിട്ട്, തടി വ്യാപാരത്തിൽ നിന്ന് വിട്ട് ഈ ഫോറസ്റ്റിനെ ഇതിന്റെ സമ്പൂർണ്ണ സംരക്ഷണ ചുമതല മാത്രമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയിലേക്ക് എത്തണമെന്നാണ് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് നിർദ്ദേശമായി പറയാനുള്ളത്.